2025 മേടം, ഇടവം, മിഥുന മാസങ്ങളിൽ ജനിച്ച ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ജനിച്ച നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതിയാണ്. ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ഇപ്പം ജാനുവരി 10 ജനിച്ചതെങ്കിൽ ഏതെങ്കിലും കാലണ്ടറുകൾ മലയാളം കാലണ്ടറുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 10 കറസ്പോണ്ടിങ് മലയാള മാസം കിട്ടും. ഇനി മേടമാസത്തിൽ ജനിച്ച ഉത്രാടം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. അവർക്ക് ജാനുവരി മാസം ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണ്. കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയതാണ്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. ഫെബ്രുവരി മാർച്ച് മാസം ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. ഏപ്രിൽ മാസം കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടാകാം. പണം നഷ്ടപ്പെട്ടു പോവുക, കളവ് പോവുക, അനാവശ്യ ചെലവുകൾ, വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും കൊണ്ട് തലയിടരുത്. സഹോദരാദികൾക്കും മാസം അത്ര നല്ലതല്ല. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങൾ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. എല്ലാ കാര്യത്തിനും ഉത്സാഹം കാണുമെങ്കിലും ട്രാൻസ്ഫർ ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. ഗ്രാൻഡ് പാരൻസിനൊന്നും മാസം അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ടൊന്നും അത്ര നല്ലതല്ല. മെയ്, ജൂൺ മാസങ്ങൾ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിനെല്ലാം ചെറിയ തടസ്സങ്ങൾ കാണുന്നുണ്ട്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. ഓഗസ്റ്റ് മാസം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. എല്ലാ കാര്യത്തിനും ഉത്സാഹം തോന്നുമെങ്കിലും ചിലപ്പോൾ ട്രാൻസ്ഫറെല്ലാം ഉണ്ടാകാം. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിൻ്റെ തടസ്സങ്ങൾ, വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷനെല്ലാം കാണുന്നുണ്ട്. മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും മാതാവിനും ഒന്നും മാസം അത്ര നല്ലതല്ല. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങൾ പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. മക്കൾക്കും സഹോദരാദികൾക്കും നല്ലതാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്. പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം. പണം അനാവശ്യമായി നഷ്ടപ്പെട്ടു പോവുക, കളവ് പോവുക, അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിക്കുക, ഇതിനെല്ലാം സാധ്യതയുണ്ട്. വിദേശ ഇടപാടുകൾക്കൊന്നും അത്ര പറ്റിയതല്ല. വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് അത്ര നല്ലതായിട്ട് കാണുന്നില്ല. ഇനി ഇടവമാസം ജനിച്ച ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. അവർക്ക് ജാനുവരി, ഫെബ്രുവരി മാസങ്ങൾ ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം. ബിസിനസ്സിനെല്ലാം നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണ്. വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ഓപ്പറേഷനിലും വേണ്ടിയിട്ട് പറ്റിയതാണെങ്കിലും വിദേശ ഈ കേസ് വഴക്കിനെല്ലാം അനുകൂലമായ സമയമൊന്നുമല്ല. വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും കൊണ്ട് തലയിടരുത്.
ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം. അനാവശ്യ ചെലവുകളെല്ലാം കുറച്ച് നിയന്ത്രിക്കണം. കാരണം പണം എളുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യതയും പണം വരാനുള്ള സാധ്യതയുണ്ടെങ്കിലും അതേപോലെ തന്നെ അനാവശ്യമായ ചെലവുകളെല്ലാം കുറച്ചധികം കാണുന്നുണ്ട്. അതൊന്ന് നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണ്. ജോലി കിട്ടാം, പ്രൊമോഷനെല്ലാം കിട്ടാമെങ്കിലും അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, അപവാദങ്ങൾ കേൾക്കുക, വേണ്ടാത്ത പ്രശ്നത്തിലും കൊണ്ട് തലയിടേണ്ടി വരിക, ട്രാൻസ്ഫർ ചെയ്തതിനെല്ലാം സാധ്യതയും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. മെയ് മാസം ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിൽ മാതാവിന് മാസാത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ. കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ടൊന്നും. സാമ്പത്തികപരമായിട്ട് പണം വരുമെങ്കിലും കുടുംബപരമായ ചെലവുകളാണ് അധികമായിട്ട്, അനാവശ്യ ചെലവുകളാണ് അധികമായിട്ട് കാണുന്നത്. വിദ്യാഭ്യാസപരമായിട്ട് ഒന്നും അത്ര നല്ലതല്ല. ജൂൺ ജൂലൈ മാസങ്ങൾ ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കും നല്ലതാണ്. പക്ഷേ വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ. ഇനി ഓഗസ്റ്റ് മാസം ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. കുടുംബപരമായ, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണെങ്കിലും വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷനെല്ലാം കാണുന്നുണ്ട്. സെപ്റ്റംബർ മാസം ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനത്തിന് പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. പക്ഷേ വ്യക്തിപരമായിട്ട് ചില പ്രയാസങ്ങളും കാണുന്നുണ്ട്. ഒക്ടോബർ മാസം ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. മനസ്സമാധാനമുള്ള ഒരു മാസമാണ്. പക്ഷേ വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. കേസ് വഴക്കിലൊന്നും പോകരുത്. വേണ്ടാതെ ശത്രുതയെല്ലാം ഉണ്ടാകും. ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട്. നവംബർ ഡിസംബർ മാസം ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. മനസ്സമാധാനമെല്ലാം ഉണ്ട്. പക്ഷേ വ്യക്തിപരമായ അത്ര നല്ലതല്ല. ആരോഗ്യപരമായിട്ടും അത്ര നല്ലതല്ല. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. നവംബർ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. ഡിസംബർ മാസം യാത്രകളെ കൊണ്ട് കുറച്ച് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട്. ഇനി മിഥുനമാസം ജനിച്ച ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. ഇവർക്ക് ജാനുവരി മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണെങ്കിലും അച്ഛനും മക്കളും, സഹോദരങ്ങളും, ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കിട്ടും നല്ലതല്ല.
യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ഭാഗ്യ തടസ്സങ്ങൾ, ടെൻഷൻ, ട്രാൻസ്ഫർ, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, ഇതിനെല്ലാം സാധ്യതയുണ്ട്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും കേസ് വഴക്കിലൊന്നും അനാവശ്യമായ പ്രശ്നങ്ങളിലൊന്നും കൊണ്ട് തലയിടരുത്. ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. ട്രാൻസ്ഫർ ഉണ്ടായേക്കാം. അനാവശ്യ പ്രശ്നങ്ങളിൽ തലയിടാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അത്ര നല്ലതൊന്നുമില്ല. അതേപോലെ തന്നെ മാർച്ച് മാസം യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട്. മെയ് മാസം ജോലി കിട്ടാൻ, പ്രൊമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. പക്ഷേ ട്രാൻസ്ഫറും അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകും. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിനെല്ലാം കുറച്ച് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. ജൂൺ, ജൂലൈ മാസങ്ങൾ ജോലി കിട്ടാൻ, പ്രൊമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. പക്ഷേ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. മാതാവിനും മാസം അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ഓഗസ്റ്റ് മാസം ജോലി കിട്ടാൻ, പ്രൊമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. പക്ഷേ സഹോദരങ്ങൾക്കും മാതാവിനും മക്കൾക്കും ഒന്നും അത്ര നല്ല മാസമല്ല. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായി ഇതെല്ലാം കുറച്ച് മോശമായിട്ടാണ് കാണുന്നത്. കുറച്ച് മനസമാധാനക്കുറവും കാണുന്നുണ്ട്. സെപ്റ്റംബർ മാസം പൊതുവെ നല്ലതാണ്. ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. മാതാവിനും മക്കൾക്കും എല്ലാം നല്ലതായിട്ട് കാണുന്നു. മനസമാധാനമുള്ളൊരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്കെല്ലാം പറ്റിയതാണ്. ഒക്ടോബർ മാസം ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട്. നവംബർ മാസം ജോലി കിട്ടാൻ, പ്രൊമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. മനസമാധാനമുള്ളൊരു മാസമാണ്. ആത്മീയ കാര്യങ്ങൾക്ക് പറ്റിയതാണെങ്കിലും കേസ് വഴക്കിലൊന്നും പോകരുത്. വേണ്ടാതെ ശത്രുതയെല്ലാം ചിലപ്പോൾ ഉണ്ടാകും. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. ഡിസംബർ മാസം ജോലി കിട്ടാൻ, പ്രൊമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹമെല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പക്ഷേ അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട്.